നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ദേവീദേവന്മാരുടെ ചിത്രം വരയ്ക്കുമ്പോഴും ശില്പങ്ങൾ നിർമ്മിക്കുമ്പോഴും ആയുധങ്ങളും മുദ്രകളും ഏതേത് വശത്തുള്ള കരങ്ങളിൽ വരണം എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ വരണം എന്നുള്ളതിനെക്കുറിച്ചും ചില നിബന്ധനകളുണ്ട്. ശംഖ്, ചക്രം എന്നിവ നേരെ എതിർവശത്തുള്ള കൈകളിൽ വേണം വരാൻ. അഭയമുദ്ര, വരദമുദ്ര എന്നിവയും വില്ല്, അമ്പ് എന്നിവയും വാൾ, പരിച എന്നിവയും പരസ്പരം എതിർവശങ്ങളിൽ വരണം എന്നാണ് നിയമം. ഇങ്ങനെ ഹൈന്ദവ ആരാധനാ സമ്പ്രദായങ്ങളിലെല്ലാം തന്നെ ചിട്ടയായ കണക്കുകളും നിയമങ്ങളും പാലിക്കപ്പെടണം. ഓരോ ഋഷിമാരുടെയും മനസ്സിൽ തെളിയുന്നതാണ് ഓരോ മൂർത്തി മന്ത്രങ്ങൾ എന്ന് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മന്ത്രങ്ങളോടൊപ്പം അവരുടെ മനസ്സിൽ ആ മൂർത്തിയുടെ രൂപം വ്യക്തമായി തെളിയും. അതനുസരിച്ച് അനുയോജ്യമായ ഛന്ദസ്സിൽ അവർ തന്നെ എഴുതുന്നതാണ് ധ്യാന ശ്ലോകം. ഇതിൽ ദേവീദേവന്മാരുടെ രൂപം വ്യക്തമായും പ്രതിപാദിക്കുന്നുണ്ടാകും. അതേ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മന്ത്രങ്ങൾ ജപിക്കാൻ. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. നീലക്കടമ്പേ നീലക്കടമ്പേ കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ. നീലക്കടമ്പേ നീലക്കടമ്പേ കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ. നീലദശ്യാമ മാലാഖകളെ നിങ്ങൾ കണ്ടുവോ വാരിജ ലോചനനെ. നീലക്കടമ്പേ നീലക്കടമ്പേ കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ. ഇന്നലെ എന്നോട് മിണ്ടിയിട്ടില്ലവൻ എൻ്റെ പരിഭവം കേട്ടതില്ല. ഇന്നലെ എന്നോട് മിണ്ടിയിട്ടില്ലവൻ എൻ്റെ പരിഭവം കേട്ടതില്ല. എന്നും മുരളിക ഊതിയുണർത്തുമെൻ ഉള്ളിലെ മോഹം അറിഞ്ഞതില്ല. എന്നും മുരളിക ഊതിയുണർത്തുമെൻ ഉള്ളിലെ മോഹം അറിഞ്ഞതില്ല. അവൻ തെല്ലുമെൻ ചാരത്ത് വന്നതില്ല. നീലക്കടമ്പേ നീലക്കടമ്പേ കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ. എന്നും നീലാംബരി പാടിയൊഴുക്കുന്ന നീരവനൂപുരം കേട്ടതില്ല. എന്നും നീലാംബരി പാടിയൊഴുക്കുന്ന നീരവനൂപുരം കേട്ടതില്ല. പൈക്കിടാവേങ്ങി കരഞ്ഞില്ല നന്ദന. പൈക്കിടാവേങ്ങി കരഞ്ഞില്ല നന്ദന. വൃന്ദാവനം പൂക്കൾ ചൂടിയില്ല. എന്തേ എന്നെ മറന്നുപോ കണ്ണ. നീലക്കടമ്പേ നീലക്കടമ്പേ
കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ നീരദശ്യാമ മാലാഖകളെ നിങ്ങൾ കണ്ടുവോ പാരിജ ലോചനനെ നീലക്കടമ്പേ നീലക്കടമ്പേ കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ. ദേവസേനാപതിയായ മുരുകന്റെ പ്രധാന ആയുധം വേലാണ്. അതിനാൽ അദ്ദേഹം വേലായുധൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിജയത്തിന്റെ ആയുധം എന്നതിനാൽ വെട്രിവേൽ എന്നും വിശേഷണമുണ്ട്. മുരുകനും വേലുമാണ് ഇന്നത്തെ കഥയമമയിൽ വിശദമാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സുദർശനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഗാന്ധീവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമായിട്ട് സുബ്രഹ്മണ്യ സ്വാമി സദാസമയവും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ആ ഒരു ആയുധം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആയുധം വേലായുധം. ആ സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ചും വേലായുധത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ കഥയമമ്മയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആരാണ് സുബ്രഹ്മണ്യൻ എന്ന് ആദ്യം നമുക്കൊന്ന് ചിന്തിക്കാം. പിന്നീടാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ആയുധം കിട്ടുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഗാന്ധീവം കിട്ടിയത്, എങ്ങനെയാണ് ചക്രം കിട്ടിയതെന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ വേൽ എന്ന് വിളിക്കപ്പെടുന്ന ആയുധം എങ്ങനെയാണ് ഭഗവാന് കിട്ടിയത് എന്നും നമുക്ക് പരിശോധിക്കാം. ആ ആയുധത്തിന് യഥാർത്ഥത്തിൽ ഭഗവാന്റെ അവതാരവുമായിട്ട് തന്നെ വലിയ ബന്ധമാണുള്ളത്. ഭഗവാന്റെ അവതാരം എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാവണേ? താരകാസുരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അസുരൻ. ആ അസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം വാങ്ങുന്നു, ശിവന്റെ മകന് മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ. ആ സമയത്ത് ഭഗവാൻ വൈരാഗിയായി സതിയുടെ ദേഹത്യാഗം ഉണ്ടായ സമയമാണ്. അദ്ദേഹത്തിന് അറിയാം ഇനി ഒരു പെൺകുട്ടി ഭഗവാന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. കല്യാണം കഴിഞ്ഞാലാണ് കുട്ടികളെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ശിവൻ വിവാഹം കഴിക്കാത്തടത്തോളം കാലം ഒരു കുട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും അമരനായിരിക്കും എന്നാണ് താരകാസുരൻ വിചാരിച്ചത്. അദ്ദേഹത്തിന് തെറ്റിപ്പോയി. ശ്രീപാർവതി ദേവി ഭഗവാന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. സതിയുടെ തന്നെ പുനർജന്മമായിട്ടുള്ള പരാശക്തിയായിട്ടുള്ള അമ്മ വന്നതോടുകൂടി താരകാസുരന് ഭയം തുടങ്ങി. അവിടെ വെച്ച് ഭഗവതി ആദ്യം രൂപകൽപ്പന ചെയ്യുന്നത് ആ മഹാഗണപതിയുടെ ഒരു പ്രതിമയാണ്. അതിൽ അമ്മ ജീവൻ കൊടുത്തിട്ട് ആ കുട്ടിയെ, ഗണപതിയെ അമ്മ സൃഷ്ടിക്കുന്നു. എന്നാൽ ആ കുട്ടിയല്ല താരകനെ വധിക്കേണ്ടത് എന്നുള്ള ബോധ്യം ഭഗവാൻ ഉണ്ടായിരുന്നതുകൊണ്ടാവാം ദേവന്മാരുടെ അപേക്ഷ അത് കേട്ടുകൊണ്ട് ഭഗവാൻ 6 സ്ഫുലിംഗങ്ങൾ ഉണ്ടാക്കുകയും ആ ശിവസ്ഫുലിംഗങ്ങളിൽ നിന്ന് 6 മുഖനായിട്ടുള്ള മുരുകൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ അവതാരം ശരവണപ്പൊയ്കയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? താരകാസുരനെ നിഗ്രഹിച്ച് ദേവന്മാർക്ക് നഷ്ടപ്പെട്ട ദേവലോകം തിരിച്ചു കൊടുത്ത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു മുരുകൻ്റെ അവതാര ഉദ്ദേശം. ശൂരപത്മനെയാണെങ്കിലും സിംഹമുഖനെയാണെങ്കിലും ഒക്കെ ഭഗവാൻ അവിടെ വധിക്കുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശമായിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിന് പോകുമ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ആയുധം കയ്യിൽ വേണം. മഹാദേവൻ്റെ ആയുധമായിട്ടുള്ളത് തൃശൂലാണ്. പരാശക്തിയും പ്രധാനപ്പെട്ട ആയുധമായിട്ട് കയ്യിൽ കൊണ്ടു നടക്കുന്നത് തൃശൂലാണ്. ഖഡ്ഗം, വാളും അമ്മയുടെ പ്രധാനപ്പെട്ട ആയുധമാണ്. എന്നാൽ ഈ ആയുധങ്ങളൊന്നുമല്ല മുരുകൻ തൻ്റെ കൈകളിലേക്ക് സ്വീകരിച്ചത്. അത് വേലാണ്, വേലായുധമാണ്. അതാരാണ് മുരുകന് കൊടുക്കുന്നത്? യുദ്ധത്തിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആ ബാലമുരുകന്, ദേവസേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്യാനിരിക്കുന്ന മുരുകന് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആയുധം വെച്ച് കൊടുക്കുന്നത്, വേൽ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത് സാക്ഷാൽ ജഗദംബികയായിട്ടുള്ള ശ്രീപാർവതി ദേവി തന്നെയാണ്. അങ്ങനെ അമ്മ തൻ്റെ മകൻ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ആയുധം നിൻ്റെ കയ്യിലിരിക്കട്ടെ, ഇതിൽ എൻ്റെ ശക്തിയുണ്ട് എന്നാണ്. അതിലിരിക്കുന്ന ശക്തി ആരുടെയാണ്? അത് പരാശക്തിയുടെ ശക്തിയാണ്. ഇത് നിൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം നിന്നെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ഇതുകൊണ്ട് നിനക്ക് എന്തും ഭേദിക്കാനും സാധിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ശക്തി കൊടുത്ത വേലാണത്. അതുകൊണ്ട് തന്നെ അതിനെ ശക്തിവേൽ എന്ന് വിളിക്കാറുണ്ട്. പഴനിക്കൊക്കെ പോകുന്ന ആൾക്കാർ ശക്തിവേൽ എന്ന് വിളിച്ച് ഹരോഹര എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാം. ശക്തി കൊടുത്ത വേലാണ്. അതിനകത്തിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് പരാശക്തിയുടേതാണ്. ഇനി ആ വേൽ ഉപയോഗിച്ചിട്ടാണ് ഭഗവാൻ താരകാസുരനെ വധിക്കുന്നത്, ശൂരപത്മനെ വധിക്കുന്നത്, സിംഹമുഖനെ വധിക്കുന്നതൊക്കെ ആ വേൽ ഉപയോഗിച്ചിട്ടാണ്.
ഈ താരകൻ എന്ന് വിളിക്കപ്പെടുന്ന അസുരൻ യഥാർത്ഥത്തിൽ ആരാണ്? താരകൻ എന്ന് വിളിക്കപ്പെടുന്ന അസുരൻ യഥാർത്ഥത്തിൽ അഹന്തയാണ്. ഞാൻ എന്ന ബോധം, ഞാൻ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ്, താരകത്തെ പോലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളാണ്, ഞാനും നിങ്ങളും തുല്യരല്ല, ഞാനാണ് വലുത് എന്ന മനോഭാവമുള്ള ആളുകളൊക്കെ തന്നെ താരകനാണ്. ആ താരകനെ വധിക്കാൻ ഭഗവാൻ എന്ത് വേൽ ഉപയോഗിച്ചു? ശക്തിവേൽ ഉപയോഗിച്ചു. ഒപ്പം തന്നെ അജ്ഞാനമാകുന്ന താരകനെ നിഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന് അറിവാകുന്ന വേലാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ വേലിനെ ജ്ഞാനവേൽ എന്നും വിളിക്കാറുണ്ട്. ശക്തി കൊടുത്തതുകൊണ്ട് ശക്തിവേലെന്നും, അറിവിൻ്റെ സ്വരൂപമായതുകൊണ്ട് ജ്ഞാനവേലെന്നും അതിനെ വിളിക്കാറുണ്ട്. ആ അറിവിൻ്റെ സ്വരൂപമായിട്ടുള്ള ജ്ഞാനവേൽ കൊണ്ടാണ് അരുണഗിരിനാഥൻ്റെ നാക്കിൽ ഭഗവാൻ ഓംകാരം എഴുതുന്നതും തിരുപ്പുകഴ് അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കുന്നതും. അപ്പം അതിൽ ആത്യന്തികമായിട്ടുള്ളത് എന്താണ്? അറിവാണ്. അറിവും ശക്തിയും, ഇത് രണ്ടും ചേർന്ന ആയുധമാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ കയ്യിലുള്ള ആ വേലായുധം എന്ന് പറയുന്നത്. അത് ഭഗവാന്റെ പത്നി സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. വേലും പത്നിയാണ്. വള്ളി എങ്ങനെയാണോ, ദേവസേന എങ്ങനെയാണോ, അതുപോലെ എപ്പോഴും ഭഗവാനുമായിട്ട് ചേർത്ത് വെക്കണം വേൽ എന്നാണ് പറയുക. അത്രയധികം രണ്ടുപേരും പിരിഞ്ഞിരിക്കാനേ താല്പര്യപ്പെടുന്നില്ല, അത്രയധികം സ്നേഹമാണെന്നാണ്. ആ വേൽ എന്ന് വിളിക്കപ്പെടുന്ന ദിവ്യായുധത്തെ നമുക്ക് നമസ്കരിക്കാം. ആർക്കെങ്കിലും തോന്നലുണ്ടാവുകയാണെങ്കിൽ, എൻ്റെ ഉള്ളിൽ ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഏറ്റവും നല്ലത് സ്മരിക്കാൻ ഏറ്റവും പറ്റിയ ആയുധമാണ് വേലായുധം. കാരണം അത് ജ്ഞാനത്തിൻ്റെ വെളിച്ചം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ അന്ധകാരത്തെ ഇല്ലാതാക്കി തരും. ഇനി കുണ്ടലിനി ശക്തിയുടെയൊക്കെ രൂപത്തിലൊക്കെ പറയുകയാണെങ്കിൽ വേലിന് അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സമ്പ്രദായങ്ങൾ പറയാറുണ്ട്. അതിൻ്റെ ആകൃതി ഉൾപ്പെടെ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഇപ്പം എല്ലാം കൊണ്ടും ഏറെ വിശേഷപ്പെട്ട ആ ഒരു ആയുധമാണ് സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ കൈകളിൽ ധരിച്ചിട്ടുള്ളത്. അത് കാണുന്ന സമയത്ത് നമുക്കും ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ് അതിൽ നിന്ന് കിട്ടേണ്ടത്. ഒന്ന്, പരമമായിട്ടുള്ള അറിവ്. ആ അറിവ് ആ വേല് പ്രദാനം ചെയ്യുന്നു. രണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ട ശക്തി. ലളിതാ സഹസ്രനാമത്തിലൊക്കെ വായിക്കുന്നത് പോലെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇത് മൂന്നും, ആ ശക്തി എന്ന ഒറ്റ വാക്കിൽ ഇത് മൂന്നും ഉണ്ട്. ആ മൂന്നും ആ വേലിനെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആ സുബ്രഹ്മണ്യ സ്വാമിയെയും ആ വേലായുധനായിട്ടുള്ള ഭഗവാനെ പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ വേലിനെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും ഇന്നേ ദിവസം ചിന്തിക്കാൻ അവസരം തന്ന ഭഗവാനെ തന്നെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. അനസൂയയുടെ പുത്രന്മാരായ ത്രിമൂർത്തികൾ ദുർവാസാവ്, ദത്താത്രേയൻ, ചന്ദ്രൻ എന്നീ രൂപങ്ങളിൽ ജനിച്ചു. വിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിലും ത്രിമൂർത്തികളുടെ ലക്ഷണങ്ങൾ ദത്താത്രേയനിൽ ഒത്തുചേർന്നിരിക്കുന്നു. ശംഖ്, ചക്രം, ശൂലം, ധമരു, രുദ്രാക്ഷം, കമണ്ഡലു എന്നിവ ധരിച്ചവൻ, പശു, നായ്ക്കൂട്ടം എന്നിവരോടൊപ്പം അലയുന്നവനും 3 മുഖങ്ങളോട് കൂടിയവനും എന്നാണ് ദത്താത്രേയ സങ്കല്പം. ഇനി ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ പടിഞ്ഞാറേക്കോട്ടയ്ക്കും കൈതമുക്കിനും മധ്യേയുള്ള റോഡിൽ പള്ളിയടക്ക മുക്കിനടുത്താണ് പുണ്യപുരാതനമായ പുന്നപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭൗതിക ശരീരം സംസ്കരിച്ചിരുന്ന സ്ഥലമാണ് പള്ളിയടക്കമുക്ക് എന്നറിയപ്പെടുന്നത്. കുട്ടിക്കാലത്ത് ഉണ്ണികൃഷ്ണൻ അമ്മയുമൊത്ത് കളിക്കാൻ വന്നു എന്നും നേരം വൈകിയപ്പോൾ പോകാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കളി തുടരുകയായിരുന്നുവെന്ന് ഐതിഹ്യം. പിന്നെ വരാം എന്ന് ഭഗവാൻ പറഞ്ഞതിൽ നിന്നുമാണത്രേ ഈ സ്ഥലത്തിന് പുന്നപുരം എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. പുണ്യപുരമാണ് പുന്നപുരമായതെന്നും മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട്. ഒരിക്കൽ ഇവിടം നിറയെ പുന്നമരങ്ങളായിരുന്നുവെന്നും അതിൽ നിന്നും കിട്ടുന്ന എണ്ണ ഈ പ്രദേശമാകെയുള്ള ക്ഷേത്രങ്ങളിൽ
വിളക്ക് കൊളുത്തുവാനായി ഉപയോഗിക്കുകയും അങ്ങനെ പുണ്യപുരമായിരുന്ന ഈ സ്ഥലം ഇന്നത്തെ പുന്നപുരമായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു. ചുറ്റുമതിലിനകം വിസ്തൃതമായ ക്ഷേത്രപ്പറമ്പ്, തേരിന്റെ ആകൃതിയിലുള്ള കമനീയമായ ശ്രീകോവിൽ, അതിനോട് ചേർന്ന് മണ്ഡപം. മനോഹരമായ ആനക്കുട്ടിലും കൊട്ടിയമ്പലവുമുണ്ട്. ഈശാന കോണിൽ കുളമുണ്ടായിരുന്നു, കൽപ്പടവുകൾ ഉണ്ടായിരുന്നു, അതിപ്പോൾ നികന്നുപോയി. പ്രധാന ദേവൻ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയായി കിഴക്കോട്ട് ദർശനമേകുന്നു. കന്നിമൂലയിൽ ഗണപതി. നാലമ്പലത്തിന് പുറത്ത് അരശിനോട് ചേർന്ന് നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠകൾ. അതിന്റെ തൊട്ടു പുറകിലായി ബ്രഹ്മരക്ഷസുമുണ്ട്. വിശേഷാൽ ദിവസങ്ങൾ ഒഴികെ ബാക്കി ദിവസങ്ങളിൽ തിരക്കുകളില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ നിശബ്ദത, ശാന്തത, ഇതൊക്കെ തന്നെ മതിയാകും ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് മാത്രം ഉറപ്പിച്ച് ആദികളും വ്യഥകളുമൊക്കെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് മനസ്സ് ധ്യാനാത്മകമാക്കാൻ. രാവിലെ 5 മുതൽ 10:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ദർശന സമയം. പാൽപായസം പ്രധാന വഴിപാട്. എല്ലാ വ്യാഴാഴ്ചയും വിശേഷം. വൃശ്ചിക മാസച്ചിറപ്പ്, കുചേല ദിനം, നാരായണീയ ദിനം തുടങ്ങിയവ വിപുലമായി ആഘോഷിച്ചു വരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം നാരായണീയ പഠന ക്ലാസ് നടക്കുന്നുണ്ട്. ഭാഗവത സപ്താഹ യജ്ഞവും നടക്കാറുണ്ട്. 2006 അഷ്ടബന്ധ കലശവും നടക്കുകയുണ്ടായി.
ജന്മദിന ഉത്സവവും പ്രതിഷ്ഠാദിനവും ആഘോഷിക്കുന്നു. അഷ്ടമി രോഹിണിക്ക് 3 ദിവസത്തെ ഉത്സവവും അഷ്ടമി രോഹിണി ദിവസം രാത്രിയിൽ അലങ്കാര ദീപാരാധനയോടുകൂടി ആനപ്പുറത്ത് എഴുന്നള്ളിപ്പും വെടിക്കെട്ടും നടക്കും. അപ്പോൾ തീപ്പന്തങ്ങളുടെ ചെന്തി വെളിച്ചം വീശി ക്ഷേത്രപ്പറമ്പിൽ ആഹ്ലാദ തിമിർപ്പോടെ ഭക്തജനങ്ങളുടെ ആരവം ഉയരും. രാത്രി 1 മണിയോടെ 1 വർഷത്തെ കാത്തിരിപ്പിന്റെ അന്ത്യമാകും. ദ്വാപരയുഗത്തിൽ അമ്പാടിക്കണ്ണൻ അമ്മയുമായി ഓടിക്കളിച്ചു നടന്ന സ്ഥലമാണ് ഇതെന്ന വിശ്വാസമാകാം ക്ഷേത്ര അങ്കണങ്ങളും ശ്രീകോവിലുമൊക്കെ കുട്ടികൾക്ക് ഇത്രയേറെ പ്രിയപ്പെട്ടതാവുന്നു. ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണത്രേ. അവരിങ്ങനെ ഓടിക്കളിച്ചും പൊട്ടിച്ചിരിച്ചും കുസൃതികൾ കാണിച്ചും അമ്പാടിക്കണ്ണനെ പോലെ ഇവിടം ഒരു വൃന്ദാവനമാക്കുന്നു. അഹങ്കാരബോധങ്ങളില്ലാത്ത നിഷ്കളങ്കമായ മനസ്സ് തന്നെയാണല്ലോ ഈ കുഞ്ഞുങ്ങൾക്കും. അതുകൊണ്ട് തന്നെ കുട്ടിക്കണ്ണന്റെ നീലിമയാർന്ന ചിരിയോടെ ഭഗവാൻ ഈ ഓരോ കുഞ്ഞുങ്ങളിലൂടെയും ഇവിടം ഒരു ഗോകുലമാക്കുന്നു. ഞാനെന്ന സർവഭാവവും വെടിഞ്ഞ് നീ തന്നെ സർവം എന്നു പറയുന്ന നിഷ്കളങ്കതയിലേക്കും നിർമ്മലതയിലേക്കും തന്നെയാണല്ലോ ഭഗവാൻ എന്നും തന്റെ കൃപാസ്പർശമേൽപ്പിക്കുന്നതും. പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉജ്ജ്വല പ്രതീകമായ പാർത്ഥസാരഥി രൂപം കർമ്മകുശലതയും നിഷ്കാമ കർമ്മവും മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും മാതൃകയായ ഭഗവത്ഗീത പ്രബോധകൻ കൂടിയായ ഭഗവാന്റെ പാർത്ഥസാരഥി രൂപം ദർശിക്കുന്നതിലൂടെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കർമ്മമാലിന്യങ്ങളിൽ നിന്നും കർമ്മപാപങ്ങളിൽ നിന്നും നമ്മെ മോചിതരാക്കുവാനുള്ള ആത്മജ്ഞാനത്തിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാൻ കഴിയുന്നു. പ്രേമസ്വരൂപനായ ഭഗവാൻ അമ്പാടിക്കണ്ണനായി വൃന്ദാവനത്തിലെ ഇലകളെയും പൂക്കളെയും എന്നു വേണ്ട അവിടത്തെ ഓരോ മൺതരികളെയും തന്റെ പ്രേമത്താൽ അനശ്വരമാക്കുന്നു. കാരണം ഭക്തവത്സലനായ ഭഗവാനെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായി എന്നും എക്കാലത്തും സ്നേഹിച്ചിരുന്നത് വൃന്ദാവന നിവാസികളായിരുന്നു. സായാഹ്നമായപ്പോൾ ആകാശത്തിനും ഒരു നീലിമ. ആകാശവും വായുവും നക്ഷത്രങ്ങളും അങ്ങനെ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ ചൈതന്യമാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരു ഭക്തനും ഈ മേഘങ്ങൾക്കപ്പുറത്തെ ദൈവ ചൈതന്യവും തിരിച്ചറിയുവാൻ കഴിയുന്നു. കൃഷ്ണന്റെ ഒരു കുഞ്ഞു ക്ഷേത്രം, കുറച്ചു ഭക്തർ, ചെറിയ സന്ധ്യാവിളക്കുകൾ, ആനന്ദാത്മകമായ നിശബ്ദ സൗന്ദര്യം എന്നൊക്കെ കാൽപ്പനികമായി പറയുന്നതുപോലെ
അത്രമേൽ മനോഹരമാണ് പുന്നപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. രാധാരമണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ. സന്ധ്യാവിളക്കുകൾ കൊളുത്തുകയായി. മനസ്സുകളിലെ ഇരുളുകളിലേക്ക് പ്രകാശം പരത്തി ദീപാലങ്കാരങ്ങൾക്കിടയിൽ ഇനി ഭഗവാനെ ദർശിക്കാം. അംബുജലോചന അംബുജലോചന കമ്പുശുഭഗ്രീവ അംബുജലോചന കമ്പുശുഭഗ്രീവ ബിംബാധര ചന്ദ്ര. അമ്പാടിക്കണ്ണനായി, കൃഷ്ണനായി, പാർത്ഥസാരഥിയായി, നമ്മുടെ സന്തത സഹചാരിയായി. ഓം നമോ നാരായണായ. ചാമ്പിയനാസാഗ്ര രത്നസുമോധിക താരക ചന്ദ്ര ജനിത മദന താരക ചന്ദ്ര ജനിത മദന മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. പുന്നപുരം ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ പൂർണ്ണമാകുന്നു. കൃഷ്ണ ദേവന്മാർ തൻ്റെ ഭക്തരെ പരീക്ഷിക്കാറുണ്ട് എന്ന് പുരാണ കഥകളിൽ കാണാം. നമ്മുടെ ജീവിതത്തിൽ വളരെ ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം ദൈവം നമ്മെ പരീക്ഷിക്കുന്നതാണ് എന്ന തരത്തിൽ കാണണം. തളരാതെ പ്രാർത്ഥിക്കണം. തീർച്ചയായും അമൂല്യമായ അനുഗ്രഹങ്ങളുമായി നമ്മുടെ ഇഷ്ടദൈവം നമ്മുടെ പിന്നാലെ ഉണ്ടാകും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.